നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്കുള്ള സുഖചികിത്സയ്ക്ക് തുടക്കം. ഇനിയുള്ള 30 നാൾ ആനകൾക്ക് ശാസ്ത്രീയ വിധിപ്രകാരമുള്ള പരിചരണം ലഭിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഗുരുവായൂർ മമ്മിയൂരിൽ എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് കാര്യമായ വളർച്ച നേടാനാകുന്നില്ലെന്ന് സമ്മേളനത്തിൽ വിമർശനം. മാറ്റമില്ലാത്ത സാരഥ്യം. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർച്ചയായി 33ാമത്തെ വർഷവും KP സാക്സൺ തെരഞ്ഞെടുക്കപ്പെട്ടു. തിങ്കളാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിലായിരുന്നു ഭാരവാഹി തെരഞ്ഞെടുപ്പ്. കുന്നംകുളം മങ്ങാട് സ്വദേശിയായ യുവാവിനെ തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തരിച്ച കുറുമ്പൂർ ശ്രീനിവാസന്റെ മകൻ 37 വയസ്സുള്ള ശ്രീബിനെയാണ് തെലങ്കാനയിലെ കമം സ്റ്റേഷന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് പരാതിയുമായി കുടുംബം രംഗത്ത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സ ആരംഭിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ. ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമമാണ് ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സ. വർഷം തോറും ആനകൾക്ക് സുഖചികിത്സ നൽകുന്ന ദേവസ്വം ഗജപരിപാലന പദ്ധതി തുടങ്ങിയിട്ട് 35 വർഷമായി. സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ സുഖചികിത്സ വിശേഷാൽ ചടങ്ങായി തുടങ്ങുന്നത് 1990കളിലാണ്. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃതാഹാരം പ്രത്യേക ചിട്ടയോടെ നൽകുന്നതാണ് ദേവസ്വം ഗജ സുഖ ചികിത്സാ ക്രമത്തിന്റെ പ്രധാന സവിശേഷത. പ്രത്യേക ഘട്ടങ്ങളിൽ ആനകളുടെ രക്തവും എരണ്ടവും സാമ്പിൾ ശേഖരിക്കും. തുടർന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. സുഖചികിത്സയ്ക്ക് മുന്നോടിയായി വിരനിർമ്മാർജ്ജനത്തിനായുള്ള മരുന്നുകളും നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ആനകളുടെ ആരോഗ്യനിലയും ശരീരശാസ്ത്രവും മനസ്സിലാക്കിയാകും ചികിത്സാക്രമം നിശ്ചയിക്കുക. വിശദമായ തേച്ചുകുളി, മരുന്നുകളടങ്ങുന്ന ആഹാരക്രമം, വ്യായാമം എന്നിവ ചികിത്സയുടെ ഭാഗമാണ്. ഓരോ ആനയുടെയും പ്രത്യേകത മനസ്സിലാക്കി വിദഗ്ധ സമിതി ആഹാരക്രമം തീരുമാനിക്കും. ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സാ പരിപാടി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കിയതായി ആന ചികിത്സാ വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. സുഖചികിത്സാനന്തരം ആനകളുടെ അഴകളവുകളിലും മാറ്റം പ്രത്യക്ഷമാണ്. തൂക്കത്തിൽ തന്നെ 250 മുതൽ 300 കിലോഗ്രാം വരെ വർധന ഉണ്ടാകുന്നു. ഗജപരിപാലനത്തിലെ ഗുരുവായൂർ ദേവസ്വം മാതൃക ആന സുഖചികിത്സാ രംഗത്ത് ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അരി 3240 കിലോഗ്രാം, ചെറുപയർ 1080 കിലോഗ്രാം, റാഗി 1080 കിലോഗ്രാം, മഞ്ഞൾപ്പൊടി 108 കിലോഗ്രാം, അഷ്ടചൂർണം 108 കിലോഗ്രാം, ചവനപ്രാശം 270 കിലോഗ്രാം, ധാതുലവണം, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുക. 36 ആനകളുടെ സുഖചികിത്സയ്ക്കായി 12.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. കൊരട്ടിക്കരയിൽ ഞായറാഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് ഗൃഹനാഥൻ മരിച്ച സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. ഞായറാഴ്ച രാവിലെ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പെരുമ്പിലാവ് പാതാക്കര സ്വദേശി കിഴക്കേപ്പാട്ട് 63 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. കൊരട്ടിക്കര ഐഫ ഫർണിച്ചർ ഷോറൂമിന് മുന്നിൽ അപകടം നടന്ന സ്ഥലവും ശശിധരൻ സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും കുന്നംകുളം പോലീസും പരിശോധിച്ചത്. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഗുരുവായൂർ മമ്മിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കെട്ടിടങ്ങൾ, നല്ല ശുചിമുറികൾ, നല്ല ഭക്ഷണശാലകൾ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ക്ലാസ് എടുക്കുന്ന ഹൈടെക് ക്ലാസ് മുറികൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, സർക്കാർ സ്കൂളായി പറയുന്നത് എന്തൊരു വിദ്യാലയങ്ങളായിരിക്കും. സ്വകാര്യ വിദ്യാലയങ്ങളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ കൊണ്ടുപോയിരുന്ന കുട്ടികളിൽ 4.5 ലക്ഷം കുട്ടികളാണ് അവിടുന്ന് പഠിത്തം നിർത്തി സർക്കാർ സ്കൂളിലേക്ക് ഇപ്പോൾ മാറിയത്.
വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം, LTFന്റെ നയം. തീരക്കടലിൽ നിന്നും വൻകിട കമ്പനികൾ മത്സ്യബന്ധനത്തിന് ശ്രമിച്ചാൽ പ്രജനനം കുറയും. ഇതോടെ ഈ മേഖല ഇല്ലാതാകുമെന്നും അതുകൊണ്ടുതന്നെ ഈ നയത്തിനെതിരെ ശക്തമായ സമരവുമായി രംഗത്തു വരുമെന്നും എളമരം കരീം പറഞ്ഞു. ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും രംഗത്തു വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന് സംഘടനാ രംഗത്ത് കാര്യമായ വളർച്ച നേടാൻ സാധിച്ചിട്ടില്ലെന്ന് പ്രസംഗത്തിൽ കരീം വിമർശനം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA, NK അക്ബർ MLA, UP ജോസഫ്, പ്രസന്നകുമാരി, TT ശിവദാസ്, U സൈനുദ്ദീൻ, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 310 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 5-ന് റാലിയും പൊതുസമ്മേളനവും നടക്കും. കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ആശങ്ക പരത്തി കടവല്ലൂർ കൊരട്ടിക്കര മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകൾ. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ആഫ്രിക്കൻ ഒച്ചിനെ കൊരട്ടിക്കരയിൽ കണ്ടതാണ് ആശങ്കയാകുന്നത്. ഈ മേഖലയിൽ ആദ്യമായാണ് ഇവയെ കാണുന്നത്. ചെറിയ തോതിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും നിയന്ത്രണാതീതമായി പെരുകുന്ന പ്രകൃതമായതിനാൽ ആശങ്ക കൂടുകയാണ്. ഇവയുടെ ആക്രമണത്തിൽ വലിയ കൃഷിനാശം ഉണ്ടാകും. വിളകൾ തിന്ന് നശിപ്പിക്കും. കുടിവെള്ള സ്രോതസ്സുകൾ, വീടുകളുടെ പരിസരങ്ങൾ തുടങ്ങിയവ കാഷ്ടവും സ്രവവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യും. ഉപ്പ് വിതറി നശിപ്പിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം. തുടക്കത്തിൽ നശിപ്പിച്ചില്ലെങ്കിൽ വ്യാപനം തടയാൻ ബുദ്ധിമുട്ടാകും. കാർ എടുത്തുകൊണ്ടുപോയ സംഭവത്തിൽ പരാതി നൽകാനെത്തിയ ദമ്പതികളുടെ കാറും പണവും കവർന്ന കേസിൽ പ്രതി പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണത്തല കോട്ടപ്പുറം സ്വദേശി തെരുവത്ത് റംലാൻ വീട്ടിൽ 36 വയസ്സുള്ള അനസിനെയാണ് ചാവക്കാട് പോലീസ് SI ശരത് സോമൻ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് കോടതിയുടെ മുന്നിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രതിയും കണ്ടാലറിയാവുന്ന മറ്റു 2 പ്രതികളും കൂടിയാണ് കൃത്യം നടത്തിയത്. അന്നകരയിലുള്ള വടേരി വീട്ടിൽ രതീഷ് എന്നയാളെയും ഭാര്യയെയുമാണ് ഇവർ കവർച്ചക്കിരയാക്കിയത്. 1ഉം 2ഉം പ്രതികൾ പരാതിക്കാരനായ രതീഷിന്റെ കാർ എടുത്തുകൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് കോടതിയിൽ പരാതി നൽകാൻ വേണ്ടി എത്തിയതായിരുന്നു പരാതിക്കാരനും ഭാര്യയും. വക്കീലിനെ കാത്ത് കാറിൽ ഇരിക്കുകയായിരുന്ന പരാതിക്കാരനെയും ഭാര്യയെയും ബലമായി കാറിൽ നിന്നിറക്കി കാറും കാറിലുണ്ടായിരുന്ന 49,000 രൂപയും പരാതിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു. സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും അവർക്ക് കൃത്യത്തിലുള്ള പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സബ് ഇൻസ്പെക്ടർ വിഷ്ണു S നായർ, പോലീസുകാരായ അനീഷ് V നാഥ്, ശിവപ്രസാദ്, പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണം 3 പേർക്ക് പരിക്കേറ്റു. കുഞ്ചേരി കാട്ടുശ്ശേരി 64 വയസ്സുള്ള രമണി, പെരിങ്ങാട്ട് വീട്ടിൽ 63 വയസ്സുള്ള ഗോപി, തങ്ങളക്കായിൽ 45 വയസ്സുള്ള സന്തോഷ് എന്നിവർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവർ പ്രാഥമിക ചികിത്സ തേടി. കൂടാതെ കാവീട് തറയിൽ സത്യന്റെ വീട്ടിലെ ഒരു പോത്തിനെയും കുറുനരി ആക്രമിച്ചിട്ടുണ്ട്. നേപ്പാളിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ യുവസന്യാസി മരണപ്പെട്ടതിൽ ദുരൂഹതയെന്ന് കുടുംബം. വെസ്റ്റ് മങ്ങാട് കുറുമ്പൂർ വീട്ടിൽ ശ്രീബിൻ എന്ന 38 വയസ്സുള്ള ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച കുന്നംകുളത്തെ ക്ഷേത്രത്തിലുള്ള ശാന്തിയെ ഫോണിൽ വിളിച്ച് താൻ ട്രെയിൻ യാത്രയിലാണെന്നും തെലങ്കാനയിലെത്തിയെന്നും തന്റെ കമ്പാർട്ട്മെന്റിലുള്ള ഒരു സംഘം തന്നെ അപായപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ശനിയാഴ്ച തെലങ്കാനയിലെ റെയിൽവേ ട്രാക്കിൽ നിന്നും ബ്രഹ്മാനന്ദഗിരിയുടെ മൃതദേഹം കണ്ടെത്തിയ വിവരം തെലങ്കാന പോലീസ് വിളിച്ചറിയിക്കുകയായിരുന്നു. 6 വർഷം മുമ്പാണ് ശ്രീബിൻ വീട് വിട്ടിറങ്ങി സന്യാസം സ്വീകരിച്ച് നേപ്പാളിൽ ആശ്രമജീവിതം ആരംഭിച്ചത്. കുന്നംകുളത്തെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പരേതനായ ശ്രീനിവാസനാണ് പിതാവ്. അമ്മ സുന്ദരി ഭായ്, സഹോദരി ശ്രീജി, സഹോദരി ഭർത്താവ് സനീഷ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗവും PAC ചെയർമാനുമായ PK കൃഷ്ണദാസിന് നിവേദനം നൽകി. BJP ജില്ലാധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കോടിയടത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, വിഗീഷ് KV എന്നിവർ ചേർന്നാണ് ഗുരുവായൂരിൽ വെച്ച് നിവേദനം നൽകിയത്.
വേലൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലെ ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ എ. ബൈജു ഫ്രാൻസിസ് സ്വാഗതവും ബി. സ്വപ്ന നന്ദിയും പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന ചന്തയിൽ വിവിധ ഇനം തൈകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, പുഷ്പസസ്യങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ചന്ത നടക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ പെൻഷനും ശമ്പളവും പരിഷ്കരിക്കുന്ന കീഴ്വഴക്കം പിണറായി സർക്കാർ അട്ടിമറിച്ചുവെന്ന് KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം M.F. ജോയ് പറഞ്ഞു. ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് K.P. പോളി അധ്യക്ഷനായി. VK ജയരാജൻ, തോംസൺ വാഴപ്പിള്ളി, P. മുകുന്ദൻ, PI ലാസർ, ബ്രില്യൻ വർഗീസ്, സൗദാമിനി, M. കോയക്കുട്ടി എന്നിവർ സംസാരിച്ചു. AL തോമസ്, PR പ്രസാദ്, കൃഷ്ണൻ ചാവക്കാട്, CG റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം നടന്നു. അരിയന്നൂരിൽ പ്രവർത്തനം നടത്തിയിരുന്ന ജനകീയ ഹോട്ടൽ കിഴക്കാളൂരിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, TO ജോയ്, ജയൻ പാണ്ഡിയത്ത്, ശരത് രാമനുണ്ണി, രമ ബാബു, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത, ഹെൽത്ത് ഇൻസ്പെക്ടർ NA ജോസഫ്, ആസൂത്രണ സമിതി അംഗം C അംബികേശൻ എന്നിവർ സംസാരിച്ചു. ജനകീയ ഹോട്ടൽ ജീവനക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, കിഴക്കാളൂർ നിവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. 34 പേർക്കാണ് 52 തരത്തിലുള്ള വിവിധ ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ നിപ്മർ അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ എന്ന സ്ഥാപനം മുഖേനയാണ് 4,47,221 രൂപ ചെലവഴിച്ച് ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങിയത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, ICDS സൂപ്പർവൈസർ സിനു അബാൽ തുടങ്ങിയവർ സംസാരിച്ചു. സുഹൃത്തുക്കളുടെ ക്യാമ്പ് വെച്ച് ആ ക്യാമ്പിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് മുനിസിപ്പാലിറ്റികൾക്ക് ഇഷ്ടമുള്ളത് തരിക എന്നുള്ളതല്ല. അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർ വെച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഭിന്നശേഷിക്കാർക്ക് ഇന്നിവിടെ നൽകുന്നത്. അതിൽ 37 പേർക്കുള്ള ഉപകരണങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നു. ഇപ്പോൾ ചെയർപേഴ്സൺ സൂചിപ്പിച്ചല്ലോ, 20 പേർക്കുള്ള കേൾവി കുറവുള്ള ആളുകൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പിന്നീട് നടത്തും എന്നാണ് പറഞ്ഞത്. ഈ വർഷം 32 ലക്ഷം രൂപ നീക്കിവെച്ച മുഴുവൻ സംഖ്യയും ഈ പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് നൽകണം എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ലാത്ത സാരഥ്യം. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർച്ചയായി 33ാമത്തെ വർഷവും KP സാക്സൺ തെരഞ്ഞെടുക്കപ്പെട്ടു. തിങ്കളാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിലായിരുന്നു ഭാരവാഹി തെരഞ്ഞെടുപ്പ്. അത്രയും 14,000 അംഗങ്ങളുടെ ഒരു സ്ട്രെങ്ത്താണ് പിന്നിലുള്ളത്. അതെല്ലാം കോടീകരിച്ചു കൊണ്ടാനും പറ്റും. അതിന് വിഷമങ്ങളുണ്ട് കേട്ടോ. നമ്മൾ തമാശ പറയുന്ന മാതിരിയല്ല. അത് കണക്ട് ചെയ്ത് എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ടാകുന്ന അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മളിവിടെ ചേംബർ ഓഫ് കൊമേഴ്സിന് വേണ്ടത്. ഒന്നും കൂടി ഒരുമ വേണ്ട ഒരു സമയമായിട്ട് നിൽക്കണേ. ഒരുമ നമുക്ക് ഇല്ലായില്ല. ഇനി ഒന്നും കൂടി എത്രത്തോളം ഒരുമ കൂട്ടാം, ആ ഒരുമ കൂട്ടേണ്ട ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 65ാമത് വാർഷിക പൊതുയോഗം വ്യാപാര ഭവനിൽ വെച്ച് ചേംബർ പ്രസിഡന്റ് KP സാക്സന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. KVVES ജില്ലാ സെക്രട്ടറി MK പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ മുഖ്യാതിഥിയായി. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി KM അബൂബക്കർ, നിയോജക മണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര, ചേംബർ വൈസ് പ്രസിഡന്റ് വിൽസൺ മാത്യൂസ്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു ബി ചുങ്കത്ത്, AA ഹസൻ,
യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ ദാസ്, സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറിയായി KM അബൂബക്കറും ട്രഷററായി MK പോൾസണും തുടരും. വൈസ് പ്രസിഡന്റുമാരായി KT അബ്ദു, സുബിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായി രാജു ബി ചുങ്കത്ത്, AA ഹസൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. പേവിഷബാധ വാക്സിനേഷൻ സംബന്ധിച്ച് വടക്കേക്കാട് പഞ്ചായത്ത് തല ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം വിളിച്ചു ചേർത്ത അസംബ്ലിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപക ഇൻചാർജ് TP പുഷ്പാഞ്ജലി അധ്യക്ഷയായി. പേവിഷബാധയേറ്റാൽ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പാൾ PV അജിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ദൈവത്തിന്റെ കൈകൾ ഉള്ളവരെന്നാണ് ഡോക്ടർമാരെ നാം വിശേഷിപ്പിക്കുന്നത്. ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഏതു സാഹചര്യത്തിലും തങ്ങളുടെ കടമകൾ നിർവഹിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഡോക്ടർമാർ. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും രോഗികളുടെ അവസാന വാക്ക് എന്നത് ഡോക്ടർമാരായിരിക്കും. സമൂഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ പരിശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കാനുള്ള ദിനമാണിത്. രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ആരോഗ്യ സംരക്ഷണ വിദഗ്ധരുടെയും സമർപ്പണത്തെയും സേവനത്തെയും ആദരിച്ചുകൊണ്ട് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു. ബംഗാൾ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ ബിധൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമാണ് ജൂലൈ 1. ഒരു സജീവ രാഷ്ട്രീയക്കാരൻ എന്നതിനൊപ്പം അദ്ദേഹം ഒരു ഫിസിഷ്യനുമായിരുന്നു. ബിരുദം നേടിയയുടൻ റോയൽ പ്രൊവിൻഷ്യൽ ഹെൽത്ത് സർവീസിൽ ചേർന്ന ഡോക്ടർ റോയി അളവറ്റ സമർപ്പണവും കഠിനാധ്വാനവും പ്രകടിപ്പിച്ചിരുന്നു. ആവശ്യമുള്ളപ്പോൾ ഒരു നഴ്സായി പ്രവർത്തിക്കുകയും ഒഴിവു സമയത്ത് സ്വകാര്യമായി പ്രാക്ടീസ് നടത്തുകയും ചെയ്ത അദ്ദേഹം നാമമാത്രമായ ഫീസേ ഈടാക്കിയിരുന്നുള്ളൂ. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ സംഘാടനത്തിന് അതുല്യമായ സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം പഠിച്ച കോളേജിൽ മെഡിസിൻ പഠിപ്പിക്കുകയും പിന്നീട് വൈസ് ചാൻസലറാകുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം ബംഗാളിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായി. 1961 ഫെബ്രുവരി 4 രാജ്യം ഡോക്ടർ റോയിയെ ഭാരത് രത്ന നൽകി ആദരിച്ചു. 80ാം വയസ്സിലും കർമ്മനിരതനായിരിക്കെ 1962 ജൂലൈ 1 തൻ്റെ ജന്മദിനത്തിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. ദിവസേന പല മഹാമാരികൾ കടന്നുവരുമ്പോഴും ഡോക്ടർമാരുടെ കരുത്തിലാണ് നാം മുന്നോട്ടു പോകുന്നത്. ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്തും ലോകത്തെ സേവിക്കാൻ ഡോക്ടർമാരും മെഡിക്കൽ വിദഗ്ധരും തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി. എന്നാൽ ഡോക്ടർമാർക്കു നേരെയുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്ന വാർത്തകളാണ് സമകാലിക സമൂഹത്തിൽ നാം കാണുന്നത്. നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയായ ഭിക്ഷുകർക്ക് നാമടങ്ങുന്ന സമൂഹവും സർക്കാരും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. വിവിധയിടങ്ങളിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ദേശീയ ഡോക്ടേഴ്സ് ദിനം CCTVയിൽ ആഘോഷിച്ചു. ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക് ചീഫ് ഫിസിഷ്യനും CCTV ആരോഗ്യരംഗം പരിപാടിയിലൂടെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന ഡോക്ടർ നയനാരാജ് കേക്ക് മുറിച്ച് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് എന്നിവർ സംസാരിച്ചു. കേബിൾ ഓപ്പറേറ്റർമാരായ അജീഷ്, അസീസ്, മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കുന്നുകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആതുര സേവന രംഗത്തെ അതികായനും ദീർഘകാലമായി ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന ഡോക്ടർ CJ ജോസിനെ വസതിയിലെത്തി ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OICയും ഫാദർ ബെഞ്ചമിൻ OICയും ചേർന്ന് പൊന്നാട അണിയിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികൾ പൂച്ചെണ്ട് സമ്മാനിച്ചു. ഡോക്ടർ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും മെഡിക്കൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിനു നൽകേണ്ട സേവനങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന സന്ദേശവും നൽകി. പുന്നയൂർകുളം ചെറായി ഗവൺമെൻറ് UP സ്കൂളിൽ ശാന്തി നഴ്സിംഗ് ഹോം MD ഡോക്ടർ രാജേഷ് കൃഷ്ണൻ കുട്ടികളുമായി സംവദിച്ചു. പേവിഷബാധയിൽ വാക്സിൻ എടുത്തിട്ടും കുട്ടികൾ മരിക്കാനിടയാകുന്നതിൻ്റെ കാരണം, ഡോക്ടറുടെ ആദ്യ ശസ്ത്രക്രിയാനുഭവം തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളുമായി കുട്ടികൾ ഡോക്ടറുമായി സംവദിച്ചു. പ്രധാനാധ്യാപകൻ KL മനോഹിത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറെ ഉപഹാരം നൽകി പൊന്നാടയണിയിച്ച് ആദരിച്ചു. MPTA പ്രസിഡന്റ് BS സ്വാഗി അധ്യക്ഷയായി. അധ്യാപകരായ K ഷിബിൻരാജ്, E വിജിത്, C ഫ്രിൻഡോ ഫ്രാൻസിസ്, ബിന്ദു മേരി, സോയ സുബ്രഹ്മണ്യൻ, അഞ്ജന രാജേഷ്, SMC അംഗം K രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് TMVHSS സ്കൂളിൽ പ്രമേഹരോഗവും പരിഹാരവും എന്ന വിഷയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുന്നുകുളം സൗത്ത് സോൺ ഡയബറ്റിക് ആൻഡ് പൊഡിയാട്രി ആശുപത്രി MDയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ഷമീർ C സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് PK അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ, അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ മുനീർ സ്വാഗതവും പ്രധാനാധ്യാപകൻ രാജു ഡേവിഡ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് അംഗങ്ങൾ സീനിയർ ഗൈനക്കോളജി ഡോക്ടർമാരെ ആദരിച്ചു. റിട്ടയർഡ് ഡോക്ടർ കുഞ്ഞമ്മ മാത്യു, മലങ്കര മെഡിക്കൽ ആശുപത്രിയിലെ ഡോക്ടർ ജാനകി, ഡോക്ടർ സാറ തോമസ് എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ ദാസ്, സെക്രട്ടറി ഷിനിമോൾ ജോജു എന്നിവർ ഡോക്ടർമാരെ പൊന്നാടയണിയിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ് എന്നിവർ മൊമൻറ്റോയും നൽകി. KP സാക്സൺ ഡോക്ടർമാരെ ആദരിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വനിതാ വിംഗ് അംഗങ്ങളും മലങ്കര സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ അധ്യാപകരോടൊത്ത് പഴുനാന ആയുർവേദ ഡിസ്പെൻസറി, ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ആശംസാ കാർഡുകളും പുഷ്പങ്ങളും നൽകി ഡോക്ടേഴ്സിനെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, CL ലിഷ, VA നിത്യ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം കത്തിച്ച മെഴുകുതിരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ CJ ജോസിനും മറ്റ് ഡോക്ടർമാർക്കും കൈമാറിക്കൊണ്ട് ദിനാഘോഷത്തിന് ആശംസകൾ നേർന്നു. സേവനത്തിന്റെ 56 വർഷം പൂർത്തിയാക്കിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ജോസ്, 23 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർ റെജു റോയ്സ്, 27 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർ സിസ്റ്റർ ബെന CMC, ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ ഷാജി ഭാസ്കർ, 26 വർഷം പൂർത്തിയാക്കിയ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ CV സുനിത എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നഴ്സിംഗ് ജീവനക്കാർ അവതരിപ്പിച്ച വർണ്ണചാരുതയാർന്ന ഫ്ലാഷ് മോബ് അരങ്ങേറി. നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ മേഘ, ക്വാളിറ്റി ഓഫീസർ നിഷ രമേശ് എന്നിവർ സംസാരിച്ചു. ജീവനക്കാർ, നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ റെജിക്ക് യാത്രാമൊഴിയേകി സഹപ്രവർത്തകരും സൗഹൃദ വലയവും. ആർത്താറ്റ സെന്റ് മേരീസ് സിംഹാസന പള്ളിയിലായിരുന്നു സംസ്കാരം. ജാലമേറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുമയെഴുതിയ മിഴികളെ. കുന്നംകുളം യൂണിറ്റി ആശുപത്രി സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന വടക്കേത്തലയ്ക്കൽ പരേതനായ ഇയാവു മകൻ വർഗീസ് ജോബ് എന്ന റിജി ഡോക്ടർ ഓർമ്മയിലേക്ക് മറഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ഡോക്ടറുടെ വിയോഗം. അരനൂറ്റാണ്ട് പിന്നിടുന്ന യൂണിറ്റി ആശുപത്രിയെ കുന്നംകുളത്തെ മികച്ച ആതുരാലയമാക്കി മാറ്റുന്നതിൽ ഡോക്ടർ RM വർമ്മയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച റിജി ഡോക്ടർ കലാസാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. ചിത്രകലയിലും സംഗീതത്തിലും തൽപരനായിരുന്നു അദ്ദേഹം. രോഗശയ്യയിൽ കിടക്കുമ്പോൾ സുഹൃത്തിനൊപ്പം പാട്ടുപാടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം അവസാനമായി ഒന്നു കാണാനും അന്തിമോപചാരമർപ്പിക്കാനും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ എത്തിയിരുന്നു. വീട്ടിലെ ശുശ്രൂഷകൾക്കു ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ സംസ്കാരം നടത്തി. പരേതയായ ഡോക്ടർ ഏലിയാമ്മ ഭാര്യയും നീന, രശ്മി, കിരൺ എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രി സ്ഥാപക ഡയറക്ടറും യൂണിറ്റ് ഹെൽത്ത് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വർഗീസ് ജോബിന്റെ അകാല നിര്യാണത്തിൽ ആശുപത്രിയിൽ അനുശോചന യോഗം ചേർന്നു. ഡയറക്ടർ ആന്റണി P. ഡേവിഡ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ്, ചീഫ് ലൈസൺ ഓഫീസർ ഡോക്ടർ സുശാന്ത്, ജനറൽ മാനേജർ സുമേഷ് P. നായർ, സർജൻ ഡോക്ടർ സുന്ദരേഷ് കുമാർ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അഖിൽ PC, അഡ്മിനിസ്ട്രേറ്റർ മാനേജർ ബ്രീജ കുമാരി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. യൂണിറ്റി ഫാമിലിയെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു പ്രതിഭാസമായിരുന്നു രജി സാർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 28-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടുകൂടി അദ്ദേഹത്തിന് വളരെ മാസീവായിട്ടുള്ള ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. വളരെ വേഗത്തിൽ
കെയർ കിട്ടിയതുകൊണ്ട്, ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചതുകൊണ്ട്, നമ്മുടെ എല്ലാ സർവ്വസന്നാഹങ്ങളോടും കൂടി നമുക്ക് ഇടപെടാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. എന്നും ഒരേപോലെ സൗമ്യനായി ശാന്തമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. എല്ലാവരോടും സൗഹൃദത്തോടു കൂടി, പ്രത്യേകിച്ചും യൂണിറ്റിലെ ഏത് സ്റ്റാഫാണെങ്കിലും ആരാണെങ്കിലും യൂണിറ്റായിട്ട് ബന്ധമുള്ളവർക്ക് എല്ലാവർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമായിരുന്നു. വേലൂർ RM-LP സ്കൂളിലെ PTA ജനറൽ ബോഡി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ആൻസി സിജോ അധ്യക്ഷത വഹിച്ചു. ചുണ്ടൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രേം ദേശ്നപ്രീതം രക്ഷിതാക്കൾക്കായി കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപകൻ CJ ജിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ് നന്ദിയും പറഞ്ഞു. അധ്യാപകരായ EL ലാലി, PK സുനി, പൌഷ, ലിസി എന്നിവർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി VV വിജിനലിനെ പ്രസിഡന്റായും ആൻസി സിജോയെ വൈസ് പ്രസിഡന്റായും VV സവിതയെ മാതൃസംഘം പ്രസിഡന്റായും VR അശ്വതിയെ വൈസ് പ്രസിഡന്റായും ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. ഗായകനും അധ്യാപകനുമായ വെള്ളാറ്റഞ്ഞൂർ സ്വദേശിയെ തൃശൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് ലീഡറും ഡയറക്ടറുമായ 41 വയസ്സുള്ള അനൂപ് വെള്ളാറ്റഞ്ഞൂരിനെയാണ് തൃശൂർ ചെല്ലൂരിലുള്ള ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവേകോദയം സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപകനായ അനൂപ് വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റ് പരേതനായ പീതാംബരൻ മാസ്റ്ററുടെയും രാജലക്ഷ്മി ടീച്ചറുടെയും മകനാണ്. ആയുർവേദ ഡോക്ടർ പാർവതിയാണ് ഭാര്യ. പാർവണ, പാർത്ഥിബ് എന്നിവർ മക്കളാണ്. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി. സ്കൂൾ അസംബ്ലിയിൽ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തുടി ഡാൻസ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ, ലഹരിക്കെതിരെ ഒരു ഗോൾ, ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി വിവിധ പരിപാടികൾ നടത്തി. സ്കൂളിലെ അധ്യാപകർ, PTA, MPTA, SMC തുടങ്ങിയ സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവിനെതിരെയും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക, തൊഴിലും ജീവിതവും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജൂലൈ 8-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണയുടെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തിയത്. സ്വീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി KK കബീർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് TB ചന്ദ്രബോസ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് ഷെമീർ നൈസ്, വൈസ് ക്യാപ്റ്റൻ ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, സുനിൽ മഹാദേവ, ജിജിൻ മത്തായി, ഗഫൂർ ആറ്റൂർ, PA അസീസ്, ഷിജു എഴുത്തുപുരയ്ക്കൽ, ഷെമീർ, രവി, ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നാനി കോൾ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച തുക കർഷകർക്ക് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പെരുമ്പടപ്പ് കൃഷിഭവനിലേക്ക് കർഷകർ മാർച്ച് സംഘടിപ്പിച്ചു. സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകുക, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക അനുവദിക്കുക, നെല്ലുവില വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുത്തൻപള്ളി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പെരുമ്പടപ്പ് ADA ഓഫീസിനു മുന്നിൽ പെരുമ്പടപ്പ് ASI ഖാലിദിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കോൾ കമ്മിറ്റി ട്രഷറർ VV കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷനായി. NK സതീശൻ, ഹസൻ തളികശ്ശേരി, VK ഹമീദ്, അഡ്വക്കേറ്റ് മുസ്തഫ കമാൽ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി ജഗനന്ദൻ സ്വാഗതവും K ബക്കർ നന്ദിയും പറഞ്ഞു. നെല്ല് സംഭരിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് പണം നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിക്കെതിരായാണ് കോളിലെ കർഷകരുടെ കൂട്ടായ്മയായ പൊന്നാനി കോൾ സംരക്ഷണ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പൊന്നാനി, ചാവക്കാട്, തലപ്പള്ളി, കുന്നംകുളം താലൂക്കുകളിലായി 3000-ലധികം കർഷകരാണ് നെല്ല് വിറ്റ പണത്തിനായി കാത്തിരിക്കുന്നത്. ഏപ്രിലിൽ സംഭരിച്ച നെല്ലിന്റെ പണം 2 മാസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. 2 ആഴ്ചയിൽ അക്കൗണ്ടിൽ എത്തേണ്ട പണമാണിത്. പൊന്നാനി കോളിൽ മാത്രം 50 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ഡിവൈഎഫ്ഐ മുഖമാസികയായ യുവധാരയുടെ ജില്ലയിലെ ആദ്യ വരിക്കാരനായി പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ. യുവധാര ജില്ലാതല പ്രചരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഹരിനാരായണൻ നിർവഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, പ്രസിഡന്റ് RL ശ്രീലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽരാജ്, സുകന്യ ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AM ഷിനോസ്, അഖില മുകേഷ്, കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് PA യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹരിനാരായണന്റെ അക്കിക്കാവ് കോങ്ങണൂരിലെ വസതിയിലായിരുന്നു ചടങ്ങ്.
ഡിവൈഎഫ്ഐ EMS എരുമപ്പെട്ടി യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് യൂണിറ്റ് പരിധിയിലെ SSLC +2 വിജയികളെ അനുമോദിച്ചു. SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KM അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി NM മിഥുൻ, മേഖലാ പ്രസിഡന്റ് വിനീത, CPM ബ്രാഞ്ച് സെക്രട്ടറി K യോഗേഷ് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ രാജേഷ്, അഖിൽ, വിനീത, ഷിജിത്ത, നിവിൽ എന്നിവർ നേതൃത്വം നൽകി. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ പുന്നേർകുളം ആറ്റുപുറം പാറക്കാട്ട് ഐശ്വര്യയെ ബാലഗോകുലം താലൂക്ക് സമിതി അനുമോദിച്ചു. TP ഉണ്ണി, ബാലഗോകുലം ഗുരുവായൂർ ഗോകുല ജില്ലാ മുൻ അധ്യക്ഷൻ KM പ്രകാശൻ, ജില്ലാ സമിതി അംഗം ബാബു അയോധ്യ, താലൂക്ക് അധ്യക്ഷൻ T അശോകൻ, താലൂക്ക് കാര്യദർശി KA മധു, ജിതേഷ് വൈലത്തൂർ, അനിൽകുമാർ അരുവായ്, താണിശ്ശേരി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരുത്തോടത്ത് സുരേഷിന്റെ മകൻ അതുലിന്റെ ഭാര്യയാണ് ഐശ്വര്യ. അയർലൻഡിലെ അറ്റ്ലാന്റിക് ടെക്നോളജിക്കൽ സർവകലാശാലയിൽ 3 വർഷത്തെ ഗവേഷണത്തിനാണ് ഫെലോഷിപ്പ് ലഭിച്ചത്. ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക ഇടങ്ങളിൽ നാനോഘടകങ്ങളുടെ സഹായത്തിലുള്ള ജലശുദ്ധീകരണം സംബന്ധിച്ചായിരുന്നു ഗവേഷണം. മഴ പെയ്ത് പാടശേഖരങ്ങൾ ജലസമൃദ്ധമായതോടെ കടവല്ലൂർ മേഖലയിൽ വിരിപ്പ് കൃഷി തുടങ്ങി. കൊരട്ടിക്കര, ഒറ്റപ്പിലാവ് തുടങ്ങിയ പാടങ്ങളിൽ 10 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ വിരിപ്പ് ഇറക്കുക. പതിവിൽ നിന്നും വ്യത്യസ്തമായി പല സ്ഥലത്തും നടിയിലാണ് നടത്തുന്നത്. ഇതിനുള്ള ഞാറ്റടികൾ തയ്യാറാക്കിയിരുന്നു. വിരിപ്പിന് വിതയ്ക്കലാണ് പതിവ്. വിഷു കഴിഞ്ഞാൽ ലഭിക്കുന്ന വേനൽമഴയോടെ പാടങ്ങൾ വിതയ്ക്ക് തയ്യാറാകും. എന്നാൽ ഇത്തവണ ഉണ്ടായ അതിവർഷമാണ് കൃഷിരീതി മാറാൻ കാരണമായത്. നടിയിൽ കൂലിച്ചെലവ് കൂട്ടുമെങ്കിലും കളശല്യം കുറച്ച് വളർച്ച വേഗത്തിലാക്കുമെന്ന് കർഷകർ പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന മഴയുടെ തോത് ഇത്തവണത്തെ കൃഷിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. നമ്മൾ എല്ലാ വർഷവും വിരിപ്പ് കൃഷി നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇപ്രാവശ്യം നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ലാഭങ്ങളൊന്നും അല്ലെങ്കിൽ മിതമായ രീതിയിലൊക്കെ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 5 ഏക്കറോളം നമ്മളുടെ കൊരട്ടിക്കര പാടശേഖര സമിതി വിരിപ്പ് കൃഷി ഇപ്രാവശ്യം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള തള്ളിക്കയറ്റം കാരണം ഇപ്രാവശ്യം നേരം വഴുകി സ്വല്പം ഇറക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ വെള്ളം ഈ തോട്ടിൽ നിന്ന് മറിഞ്ഞു വരുന്നതിൻ്റെ ഭാഗങ്ങളാണ് കുറേ വരുന്നത്. 2 സൈഡും ഒന്നും കൂടി കെട്ടി ഭിത്തിയൊക്കെ ഒന്ന് ബലപ്പെടുത്തി കഴിഞ്ഞാൽ ലേശം നേരത്തോടുകൂടി കൃഷി ഇറക്കി ലാഭകരമാക്കി നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അമിതമഴ വിരിപ്പിന് ആപത്താണ്. നെല്ല് മുളച്ച് ഉയരം വരുന്നതിനു മുൻപ് പാടത്ത് വെള്ളക്കെട്ടുണ്ടായാൽ കൃഷി നശിക്കും. മുണ്ടകന് നൽകുന്ന പോലെ വിരിപ്പിന് കൃഷിവകുപ്പ് സൗജന്യമായി വിത്ത് നൽകുന്നില്ല. കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കർഷകർ നേരിട്ടാണ് വിത്ത് വാങ്ങുന്നത്. 850 ഏക്കർ നെൽവയലും 500ഓളം നെൽകർഷകരുമുള്ള കടവല്ലൂരിൽ ചെറിയ ശതമാനം മാത്രമാണ് വിരിപ്പ് കൃഷിക്ക് തയ്യാറാകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കടവല്ലൂരിലെ കർഷകർ വിരിപ്പ് കൃഷിയിൽ നിന്ന് പിൻവാങ്ങിയത്. മുണ്ടകനെ അപേക്ഷിച്ച് വിരിപ്പിന് ലാഭം കുറവും നാശസാധ്യത ഇരട്ടിയുമാണ്. വെള്ളക്കെട്ടും കണ്ടങ്ങളിൽ വൻതോതിൽ വളരുന്ന പുല്ലുമാണ് പ്രധാന ഭീഷണി. വിരിപ്പ് കൊയ്ത നെല്ല് കൃത്യമായി സംഭരിക്കാത്തതും തിരിച്ചടിയാണ്. മഴക്കാലമായതിനാൽ നെല്ല് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അധിക ചെലവ് വരും. ഇതെല്ലാം വിരിപ്പ് കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് സ്വാഗതവും NSS വോളണ്ടിയർ PM കാവ്യ നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് SHO അനിൽകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 4-ാം കല്ല് സെന്ററിൽ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ളാഷ് മോബും റാലിയും സംഘടിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ജിനി സി ഗീവർ, സൗഹൃദ കോർഡിനേറ്റർ MA സോണി, അധ്യാപകരായ ശാലിനി, മിഥു, ഡോക്ടർ രേണുക ജ്യോതി എന്നിവർ നേതൃത്വം നൽകി. ദേശീയ പോസ്റ്റൽ വർക്കേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം തപാൽ വകുപ്പിലെ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന തപാൽ ജീവനക്കാരെ ആദരിച്ചു. 30 വർഷം സബ് പോസ്റ്റ് മാസ്റ്ററായി സേവനം അനുഷ്ഠിച്ച അഗതിയൂർ കുറ്റിയാൽ ഞാലിലെ മാരാത്ത് വീട്ടിൽ പത്മനാഭൻ മാരാർ, 44 വർഷം മങ്ങാട് പോസ്റ്റ് ഓഫീസിനു കീഴിൽ പോസ്റ്റ്മാനായി ജോലി ചെയ്ത് വിരമിച്ച മങ്ങാട് കോട്ടയിൽ വീട്ടിൽ KK മണിയൻ, 40 വർഷം ED പോസ്റ്റ്മാനായിരുന്ന മങ്ങാട് കല്യാപ്പുളിക്കൽ സുബ്രഹ്മണ്യൻ എന്നിവരെയാണ് സേവാഭാരതി പ്രവർത്തകർ വീടുകളിലെത്തി ആദരിച്ചത്. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ, സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ KS പ്രദീപ്, സ്വാലംബം കൺവീനർ C മഹേഷ്, ആപത് സേവാ കൺവീനർ MS സുധീർ, ജോയിന്റ് സെക്രട്ടറി ഹരിനാരായണൻ, രക്ഷാധികാരി KU രവി, MS അനന്തു എന്നിവർ സന്നിഹിതരായി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ഫെസ്റ്റ് ലിറ്റിൽ ലാൻഡ്രൺ 2025 സംഘടിപ്പിച്ചു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ
KP രുക്മിയ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വായനയിലൂടെ ലഭിച്ച അറിവുകളെ അനുഭവവേദ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് KP രുക്മിയ ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി. ബദനി സെൻറ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ T അശ്വതി, PR ലത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ചു നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷാ വിഷയങ്ങളുടെ നേതൃത്വത്തിൽ എക്സിബിഷൻ, സാഹിത്യത്തിലെ അനശ്വര കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കാരം എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ഭാഷകളുടെ പ്രാധാന്യം, സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇതുപകരിച്ചു. ലിറ്റററി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ നടത്തി. വളണ്ടിയർ മിഥിലജിന്റെ നേതൃത്വത്തിൽ വരച്ച മനോഹരമായ ലഹരി വിരുദ്ധ ചുമർചിത്രം കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ പ്രകാശനം ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തശില്പം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ V സ്മിത, SMC ചെയർമാൻ ശങ്കരനാരായണൻ, NSS പ്രോഗ്രാം ഓഫീസർ രേഷ്മ പ്രിയൻ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീത എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എന്നിവരുടെ തെരഞ്ഞെടുത്തു. ഡിജിറ്റൽ സംവിധാനത്തിലായിരുന്നു വോട്ടെടുപ്പ്. വോട്ട് രേഖപ്പെടുത്തുന്നതിനായി തയ്യാറാക്കിയ 5 പോളിംഗ് ബൂത്തുകളിലായി ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, PTA പ്രസിഡന്റ് PK ഷമീർ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി MS, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പാൾ C ഷേബ ജോർജ് എന്നിവർ പോളിംഗ് ബൂത്തുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വോട്ട് രേഖപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. തുടർന്ന് ഇലക്ഷൻ കൺവീനർ TI ജാസ്മിൻ സംസാരിച്ചു. കുട്ടികൾ ഡിജിറ്റൽ സംവിധാനത്തോടെയാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. സ്കൂൾ IT വിഭാഗം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരുന്നു ഇലക്ഷൻ. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇലക്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. തിരിച്ചറിയൽ രേഖയുമായാണ് വോട്ട് രേഖപ്പെടുത്താൻ കുട്ടികളെത്തിയത്. സ്കൂൾ ലീഡറായി ജുവിൻ ബിജുവും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി ഐദിൻ അബൂബക്കറും തെരഞ്ഞെടുക്കപ്പെട്ടു. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവത്ര വിവേകാനന്ദ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കലും കിറ്റ് വിതരണവും പഠന മികവിനുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. RSS ജില്ലാ വ്യവസ്ഥാ പ്രമുഖ് ബാബു ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. CS രാജീവ് സംഘസന്ദേശ പ്രഭാഷണം നടത്തി. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വർഷ മണികണ്ഠൻ, CK മനോജ്, KK പ്രകാശൻ, MK ഷൺമുഖൻ, പ്രതീഷ് അയനപ്പുള്ളി, സുഗന്ധവേണി എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും അർഹരായവർക്ക് പഠനോപകരണ വിതരണവും ഉണ്ടായി. BJP ചാവക്കാട് വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് പ്രമോദ് ശങ്കരൻ സ്വാഗതവും സുരേഷ് കൈപ്പട നന്ദിയും പറഞ്ഞു. ഓണത്തിന് ഒരു കൊട്ടപ്പൂ എന്ന പദ്ധതിയുമായി കടവല്ലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര ഭരണസമിതിയും മാതൃസമിതിയും ചേർന്ന് ചെണ്ടുമല്ലിയുടെയും ജമന്തിയുടെയും കൃഷി തുടങ്ങി. ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ രക്ഷാധികാരി വേണുഗോപാൽ, പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി, സെക്രട്ടറി ഘോഷ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് ശ്രീജിനി പ്രസരൻ, സെക്രട്ടറി ജിന സുഭാഷ്, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് 400 ഹൈബ്രിഡ് തൈകളാണ് നട്ടത്. കഴിഞ്ഞ ഓണക്കാലത്ത് ലഭിച്ച പല തൈകളും ഓണം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷമാണ് പൂവിട്ടത്. പെങ്ങമുക്ക് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രത്യേക അസംബ്ലിയിൽ പ്രധാന അധ്യാപകൻ ഷനോജ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് ലഹരിമുക്ത സന്ദേശം നൽകിക്കൊണ്ട് കുട്ടികൾ സ്കിറ്റ്, സംഘഗാനം, പ്രസംഗം, ഫ്ളാഷ് മോബ് എന്നിവ അവതരിപ്പിച്ചു. പ്ലക്കാർഡ്, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതിയും കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കടപ്പുറം ഹൈസ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പയിനിൽ വാടാനപ്പള്ളി എക്സൈസ് ഓഫീസർ CI ബെന്നി ജോർജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി നിർമ്മാർജ്ജന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷിവാസ് മുഹമ്മദ് അലി ബ്രൌസർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മുജീബ് അധ്യക്ഷനായിരുന്നു. സമിതി ജില്ലാ സെക്രട്ടറി NK ജലീൽ, കടപ്പുറം ഹൈസ്കൂൾ പ്രധാന അധ്യാപിക നിമ്മി മേപ്പുറത്ത് എന്നിവർ സംസാരിച്ചു.
CITU തിച്ചൂർ ചേലൂർ യൂണിറ്റിൽ നിന്ന് വിരമിക്കുന്ന തൊഴിലാളി VK ലക്ഷ്മണന് യൂണിയൻ സ്നേഹാദരവ് നൽകി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KK മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷനായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതി മോഹൻ, ഫിറോസ് ഖാൻ, ശശിധരൻ, ഉണ്ണികൃഷ്ണൻ, VV രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നംകുളം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടന വിശദീകരണ യോഗവും നടത്തി. മുൻ നഗരസഭാ ചെയർമാനും KSSPA സ്റ്റേറ്റ് കൌൺസിലറുമായ TS സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് M ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AA അബ്ദുൾ മജീദ്, ട്രഷറർ MS സിറാജ്, ഡോക്ടർ എഡിസൺ K വർഗീസ്, പ്രൊഫസർ N രാധാകൃഷ്ണൻ, K മോഹനൻ, KC ഷീല ടീച്ചർ, KA കൊച്ചുറാണി, കാട്ടുകാമ്പാൽ സൊസൈറ്റി പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തുള്ള അയ്യൻകുളം വൃത്തിയാക്കി. ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുകുളം അയ്യൻകുളങ്ങര ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് വൃത്തിയാക്കിയത്. ചണ്ടിമൂടി കിടന്നിരുന്ന കുളം ട്രാക്ടറിന്റെ സഹായത്തോടെയാണ് ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കിയത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കുളം വൃത്തിയാക്കൽ നടന്നത്. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും നാട്ടുകാരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം അഗതിയൂർ ചേന്നപുരം അമ്പലം റോഡ് മരോട്ടിക്കൽ കുമാരൻ മകൻ ചന്ദ്രൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30 കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശാന്ത ഭാര്യയും വിപിൻ ദാസ്, ബിജീഷ്, ബിജോയ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്കുള്ള സുഖചികിത്സയ്ക്ക് തുടക്കം. ഇനിയുള്ള 30 നാൾ ആനകൾക്ക് ശാസ്ത്രീയ വിധിപ്രകാരമുള്ള പരിചരണം ലഭിക്കും. റവന്യൂ മന്ത്രി K രാജൻ സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഗുരുവായൂർ മമ്മിയൂരിൽ എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് കാര്യമായ വളർച്ച നേടാനാകുന്നില്ലെന്ന് സമ്മേളനത്തിൽ വിമർശനം. മാറ്റമില്ലാത്ത സാരഥ്യം. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർച്ചയായി 33ാമത്തെ വർഷവും KP സാക്സൺ തെരഞ്ഞെടുക്കപ്പെട്ടു. തിങ്കളാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിലായിരുന്നു ഭാരവാഹി തെരഞ്ഞെടുപ്പ്. കുന്നംകുളം മങ്ങാട് സ്വദേശിയായ യുവാവിനെ തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തരിച്ച കുറുമ്പൂർ ശ്രീനിവാസന്റെ മകൻ 37 വയസ്സുള്ള ശ്രീബിനെയാണ് തെലങ്കാനയിലെ കമ്മം സ്റ്റേഷന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് പരാതിയുമായി കുടുംബം രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.